തൃശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗത്തിൽ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കിയതിനെതിരെ കോർ കമ്മിറ്റിയിൽ രൂക്ഷ വിമർശനം. മുൻ സംസ്ഥാന അധ്യക്ഷന്മാരായ കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും ഒഴിവാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്ന് ചോദ്യം. അതേസമയം നേതൃയോഗത്തിൽ ഒഴിവാക്കിയെന്ന വാർത്ത നിഷേധിക്കാതെ കെ സുരേന്ദ്രൻ പറയേണ്ടവർ പറഞ്ഞല്ലോ എന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. അങ്ങനെയൊന്നുമല്ല, കോർ ഐഡിയോളജിയിൽ മാറ്റങ്ങളില്ല. പക്ഷേ സ്ട്രാറ്റജി പല തെരഞ്ഞെടുപ്പുകളിലും പല സമയങ്ങളിലും ഒക്കെ അത് നമ്മുടെ പൊളിറ്റിക്കൽ പാർട്ടി അങ്ങനെയാണ്. നിങ്ങൾ പറയുന്ന പോലെ തന്നെ ഞങ്ങൾ നടക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാണ്? അതൊക്കെ പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ. വിവരങ്ങൾ കമലേഷ് തെക്കേക്കാട് നൽകും. കമലേഷ്, രൂക്ഷ വിമർശനമാണ് ഉയരുന്നത്. ഈ തൃശ്ശൂരിൽ ചേർന്ന സംസ്ഥാന നേതൃയോഗം വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വിലയിരുത്തുന്നതിലൊരു പ്രധാനപ്പെട്ട യോഗമായിരുന്നു. അതിലാണ് ഈ മുതിർന്ന നേതാക്കളെയൊക്കെ ഒഴിവാക്കിയത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനവും ഒപ്പം ബി.ജെ.പിയിൽ വിഭാഗീയതയുണ്ട് എന്നുള്ളതിനുള്ള കൃത്യമായ തെളിവല്ലേ? തീർച്ചയായും ഈ കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിലയിരുത്തുന്നതിന് വേണ്ടി കൂടിയാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗം പ്രധാനമായും ചേർന്നത്. ഈ യോഗത്തിലാണ് കടുത്ത തരത്തിലുള്ള വിമർശനം രാജീവ് ചന്ദ്രശേഖരനെതിരെ മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രനും അതുപോലെ തന്നെ വി മുരളീധരനും ഉന്നയിച്ചത്. ഈ ഹിന്ദുത്വയാണ് ബി.ജെ.പിയുടെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്ന് പറയുന്നത്. അതിൽ നിന്ന് മാറിക്കൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു കാര്യമാണ് ഏറ്റവും പ്രധാനമായും ഉന്നയിച്ചത്. വലിയ തരത്തിലുള്ള ഒരു ന്യൂനപക്ഷ സ്നേഹം അല്ലെങ്കിൽ ഒരു ക്രിസ്തീയ സ്നേഹം ഈ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി കാണിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിന്റെ ഗുണം ബി.ജെ.പിക്ക് ലഭിച്ചിട്ടില്ല എന്ന വിലയിരുത്തലാണ് പ്രധാനമായും ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഹിന്ദു വോട്ടുകൾ CPM-ലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന് ഈ മുതിർന്ന നേതാക്കൾ ഒരു കുറ്റപ്പെടുത്തലായി രാജീവ് ചന്ദ്രശേഖരനെതിരെ പറഞ്ഞു. അത് തെറ്റായ തീരുമാനമായി പോയി എന്ന വിമർശനമാണ് പ്രധാനമായും ഉന്നയിച്ചത്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് ഈ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഈ യോഗത്തിൽ ഉയർന്നത് മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രനെയും അതുപോലെ തന്നെ വി മുരളീധരനെയും കഴിഞ്ഞ തൃശൂരിൽ നടന്ന നേതൃയോഗത്തിൽ നിന്ന് വിലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ്. ഈ വിഷയത്തിലും മുതിർന്ന പല നേതാക്കളും വലിയ കടുത്ത വിമർശനം രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ളത്. എന്ത് മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ 2 മാസം മുൻപ് വരെയും സംസ്ഥാന അധ്യക്ഷ പദത്തിൽ ഇരുന്ന കെ സുരേന്ദ്രനെ ആ യോഗത്തിലേക്ക് ക്ഷണിക്കാതിരുന്നത് എന്ന ചോദ്യം ഉന്നയിച്ചു. അതോടൊപ്പം തന്നെ താഴെത്തട്ടിലടക്കം പാർട്ടിയെ വളർത്തുന്നതിൽ നിർണായകമായ ഇടപെടൽ നടത്തിയ നേതാവാണ് വി മുരളീധരൻ. അദ്ദേഹത്തെ എന്തുകൊണ്ട് ഈ യോഗത്തിൽ നിന്ന് ഒഴിവാക്കി എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഏറ്റവും പ്രധാനമായും ഈ യോഗത്തിൽ ഉയർന്നു വന്നിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വിഭാഗീയതയുടെ ഭാഗമായി മുന്നോട്ട് പോകാനാവില്ല എന്ന ഒരു കാര്യം ദേശീയ നേതൃത്വം ഇതിൽ ഇടപെട്ടുകൊണ്ട് പറയുന്ന സാഹചര്യമുണ്ടായി. വിഭാഗീയ പ്രവർത്തനങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് നേതാക്കളെല്ലാം ഒരുമിച്ച് മുന്നോട്ട് പോകണം എന്ന കാര്യമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത്. അതോടൊപ്പം ഇത്തരത്തിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിന് ശേഷം വാർത്താ സമ്മേളനം നടത്തിയത് അദ്ദേഹത്തോട് മാധ്യമപ്രവർത്തകർ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചു. ഈ നേതാക്കളെ വിലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയം ആ ചോദ്യത്തോട് അല്ലെങ്കിൽ ആ സംഭവം നിഷേധിക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം പറയേണ്ടവർ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന മറുപടിയാണ് മാധ്യമപ്രവർത്തകർക്ക് കെ സുരേന്ദ്രൻ നൽകിയത്. അതോടുകൂടി അദ്ദേഹം ആ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ആ ചോദ്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ഏതായാലും അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ആരംഭിച്ചിട്ടുള്ള ഈ ഒരു ചേരിപ്പോര് അതിന്റെ ഏറ്റവും മൂർധന്യാവസ്ഥയിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. വലിയ പൊട്ടിത്തെറിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇന്നത്തെ കോർ കമ്മിറ്റി യോഗത്തോടുകൂടി പുറത്തേക്ക് വരുന്ന വാർത്ത. വലിയ തരത്തിൽ 2 ചേരിയായി തന്നെ രാജീവ് ചന്ദ്രശേഖരനെതിരെ ഒരു വിഭാഗം നേതാക്കൾ വലിയ വിമർശനം ഉന്നയിക്കുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയുന്നത് അതിരൂക്ഷമായി തുടരുമെന്നുള്ള കൃത്യമായ തെളിവുകളാണെന്ന് കോർ കമ്മിറ്റി യോഗത്തിൽ കണ്ടത്. രാജീവ് ചന്ദ്രശേഖരനെതിരെയൊക്കെ കടുത്ത വിമർശനങ്ങളാണ് നേതാക്കൾ ഉന്നയിച്ചത്. വിവരങ്ങളാണ് കമലേഷ് തെക്കേക്കാട് നൽകിയത്.